കിച്ചണിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കുറവങ്കോണത്തുള്ള വിഷ് ബോണിലാണ്. സോ നമ്മുടെ കൂടെയുള്ളത് മിസ്സസ് റാണി അശോക് ആണ്. സോ ഇന്നും നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി കാണിച്ചു തരാൻ പോവാണ് അല്ലേ? സോ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചിക്കൻ ടിക്ക മസാലയാണ്. ചിക്കൻ ടിക്ക എന്ന് പറയുമ്പോൾ ഒത്തിരി ക്വൈറ്റ് ഫേമസ് ആണ്. പക്ഷേ സോ എന്തെങ്കിലും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്? തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. അതായത് ചിക്കൻ ടിക്ക മസാല സാധാരണ എല്ലായിടത്തും ചെയ്യുന്നത് പോലെ അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മളിവിടെ ഉണ്ടാക്കി കാണിക്കുന്നതും നമ്മുടെ റെസ്റ്റോറൻറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതും വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് സാധാരണയുള്ള ചിക്കൻ ടിക്ക മസാലയാണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നത് വളരെ വ്യത്യസ്തമാണ്. ഇത് രണ്ടും ഞാൻ നിങ്ങൾക്ക് പ്രേക്ഷകർക്കായിട്ട് പറഞ്ഞു തരുന്നതാണ്. ഇത് ആദ്യം നമുക്ക് ഈ ചിക്കൻ ടിക്ക മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനം ഇൻഗ്രീഡിയൻസ്. അതെ, ടിക്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം തന്തൂരി അവനിൽ വെച്ചുണ്ടാക്കിയിരിക്കുന്ന ചിക്കനാണ്. അതായത് ഒരല്പം വളരെ കുറച്ച് ഓയിൽ മാത്രം ചേർത്ത് തന്തൂരി അവനിൽ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണ് നമ്മളിതിൽ ചേർക്കുന്നത്. പ്രത്യേകിച്ച് ചിക്കൻ കുക്ക് ചെയ്യേണ്ട. ഇത് രണ്ട് തരത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞത്, ചിക്കൻ നമുക്ക് ഈ തന്തൂരി അവനിലല്ലാതെ ഓയിലിലും നമുക്കിത് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ പറഞ്ഞ രണ്ട് തരത്തിൽ ചെയ്യാം. അതെല്ലാം നമുക്ക് സാധാരണ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ പോലെ ആക്കിയതിന് ശേഷം ചെയ്യാം. തന്തൂരി അവൻ ഇല്ല എങ്കിലുള്ള കേസാണ് ഞാൻ പറയുന്നത്. നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. തന്തൂരി അവൻ ഇല്ലാത്തവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ചിക്കൻ ടിക്ക മസാല. പിന്നെ വേണ്ടത് മുളക് പൊടി, കൊറിയാൻഡർ ലീഫാണ് നമ്മൾ കട്ട് ചെയ്ത് ചെറുതായിട്ട് നുറുക്കിയത്. പിന്നെ ഗാർലിക്കും ജിഞ്ചറും ഗ്രീൻ ചില്ലി, ടൊമാറ്റോ, ഓനിയൻ, ഒരൽപ്പം ചിക്കൻ മസാലയും മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും. ഇത്രയുമാണ് ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ വെജിറ്റബിൾ ഓയിലാണ് ഇത് ചെയ്യുന്നത്. വെജിറ്റബിൾ ഓയിലാണ്. അതായത് ചിക്കൻ ടിക്ക മസാലയൊക്കെ ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ളതാണ്. അതെ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ചെയ്യുമ്പോൾ മിക്കവാറും എല്ലാം വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ കടുകെണ്ണ അങ്ങനെയുള്ള ഓയിലുകളാണ് ഇവർ എപ്പോഴും യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പം വെജിറ്റബിൾ ഓയിലാണ് ചെയ്യുന്നത്. കടുകെണ്ണയിലൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് അത്ര ഇഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് നമ്മൾ വെജിറ്റബിൾ ഓയിൽ ചെയ്യും. തവ ചൂടാകുമ്പോൾ നമുക്ക് ഒരു 2 സ്പൂൺ എണ്ണ കഴിയും. നമ്മൾ അധികം ഓയിൽ ഇതിനെ യൂസ് ചെയ്യാറില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ ഇത് തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം, അതായത് ഒരു നമ്മളെടുത്ത ജിഞ്ചറും ഗാർലിക്കും ഓനിയനും ഒപ്പം കുറച്ച് ക്യാരറ്റും കൂടെ എടുത്തിട്ട് ടൊമാറ്റോയും കട്ട് ചെയ്ത് എല്ലാം കൂടെ നമ്മൾ വെച്ച് വേവിക്കും. നന്നായിട്ട് വേവിച്ചതിന് ശേഷം മിക്സിയിലടിച്ച് അത് ഒരു സിറപ്പ് പോലെ ആക്കി നമ്മൾ സൂക്ഷിച്ച് വയ്ക്കും. അതായത് മാറ്റി വയ്ക്കും. അതായത് നമുക്ക് ഒരുപാട് ഓർഡർ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വഴറ്റി ഒക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് സമയം എടുക്കും. അത് മാത്രമല്ല, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും എണ്ണ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്കറിയാം, ഇവിടെ നമ്മൾ വഴറ്റാൻ വേണ്ടിയിട്ട് ഇത്ര എണ്ണയെങ്കിലും ഉപയോഗിച്ച്, അവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമേ ഇല്ല. ഇതെല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഓനിയനും ടൊമാറ്റോ എല്ലാം കൂടി ഇട്ട് ക്യാരറ്റും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ഇട്ട് വേവിച്ചിട്ട് നമ്മൾ മിക്സിയിലടിച്ച് വെച്ച് കഴിയുമ്പോൾ ഒരു തുള്ളി പോലും വേണം അതിനകത്ത് വന്നിട്ടില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഇത് അല്പം എടുക്കുക. ഇതിലേക്ക് നേരത്തെ നമ്മൾ വഴറ്റി വെച്ച ഉള്ളി ഉണ്ടെങ്കിൽ ഇടാം, നിർബന്ധമൊന്നുമില്ല. ഒരല്പം ഉള്ളി വഴറ്റിയതും ചേർത്തിട്ട് ചിക്കൻ ടിക്കായും ചേർത്ത് ഇളക്കി മല്ലിപ്പൊടിയിട്ട് മല്ലിയിലയും ചേർത്തിട്ട് കൊടുക്കാവുന്നതാണ് ചിക്കൻ ടിക്ക മസാല. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ആ ഗ്രേവി റെഡിയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോവാണ്. ഇത് നമ്മൾ വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കുവാണ് ശരിക്കുള്ള ചിക്കൻ ടിക്ക മസാല. അത് നമുക്ക് ഒനിയൻ വഴറ്റിയെടുക്കാം. ഒനിയൻ വഴറ്റി ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേക്കും ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്താം. ഇതും ശരിക്കും ഇതുപോലെ കൊണ്ടുപോയി മിക്സിയിൽ അടിച്ചെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതിനെക്കാട്ടി എളുപ്പം മറ്റു രീതിയിൽ ചെയ്യുന്നതാണ്. പക്ഷെ ടേസ്റ്റ് ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും. രണ്ട് രീതി ചെയ്താലും ചിക്കൻ ടിക്ക തന്നെ. ചിക്കൻ ടിക്ക തന്നെ.
ഓണിയൻ എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും നമ്മൾ വലിയ ഉള്ളി തന്നെയാണ് എടുക്കുന്നത്. വലിയുള്ളി തന്നെയാണ് നമ്മുടെ നാടൻ ആയിട്ടുള്ള കുറേ കറികളിലൊക്കെ മാത്രമാണ് ചെറിയുള്ളി ഉപയോഗിക്കുന്നത്. ഇതൊരു ഓണിയന്റെ കംപ്ലീറ്റ് ഒരു ഓണിയൻ മതിയായിരിക്കും അല്ലേ? അതെ, അതായത് ഞങ്ങൾ ഒരു പോർഷൻ എന്ന് പറയുന്നത് 3 വലിയ പീസ് ചിക്കൻ ടിക്ക, ഒരു പോർഷൻ കറി. അതായത് ഒരാൾ ഒരു ഓർഡർ തന്നാൽ നമ്മൾ അത്രയാണ് കൊടുക്കുന്നത്. അപ്പം ഒരു ഏകദേശം ഒരു മീഡിയം ടൈപ്പ് ബൗൾ നിറയെ കറി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഇത്രയും വേണ്ടി വരും. എന്ന് വെച്ചാൽ ഇത് നമ്മൾ മിക്സിയിൽ അടിച്ചു വരുമ്പോൾ കുറച്ച് കിട്ടും, ഗ്രേവി കിട്ടും. ഇത് കംപ്ലീറ്റ്ലി ഫുള്ളി ഗ്രേവി ആയിട്ടുള്ളതാണോ? ഗ്രേവി ആയിട്ട് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാം. പിന്നെ തന്തൂർ ഐറ്റമായ തന്തൂർ റൊട്ടി, ബട്ടർ നാൻ, അതൊക്കെ പറഞ്ഞാൽ എല്ലാത്തിനും കൂടെ നന്നായിട്ട് പോകുന്നതാണിത്. പ്രത്യേകിച്ച് ഇവിടുത്തെ ചിക്കൻ ടിക്ക മസാല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അത് നിങ്ങൾ ഇവിടെ വരിക, വന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് കുറവൻകോണത്താണ്. മറന്നു പോകാതെ ഒരിക്കലെങ്കിലും വന്ന് നിങ്ങൾ ടേസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ വേറെ ഡിഫറെന്റ്, നേരത്തെ തന്നെ മാം പറഞ്ഞിരുന്നു ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ള ആസ്പെക്റ്റിലുള്ള ഒരു മെനു ഉണ്ട്. ഹെൽത്തി മെനുവിൽ നോർമലി വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്? നോർമലി ഈ ഐറ്റംസ് എല്ലാം വരും. ഇവിടെ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം ഡിഫറെന്റ് ആയിട്ട് മേക്ക് ചെയ്ത് കൊടുക്കും. ഇത്രയേ ഉള്ളൂ. ആൾക്കാർ വിചാരിക്കും ഇതൊക്കെ കിട്ടുമോ, ഹെൽത്തി ഫുഡ് ഇതിനകത്ത് എങ്ങനെ വരും എന്നൊക്കെ സംശയം ഉണ്ടെങ്കിലും അങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഏതാണെന്ന് വെച്ചാൽ ഈ രണ്ടിലും ഉണ്ട്. 2 മെനുവിലും ഈ പറയുന്ന ചിക്കൻ ടിക്ക മസാല എല്ലാം ഉണ്ട്. ഇത് നമ്മൾ വളരെ ഓയിൽ കുറച്ചും ഒക്കെ നമ്മൾ റെഡിയാക്കി കൊടുക്കും. അതാണ് നമ്മുടെ പ്രത്യേകത. നമ്മളിപ്പോൾ ഉള്ളിയുടെ കൂടെ തന്നെ നമ്മൾ ജിഞ്ചറും ഗാർലിക്കും ആഡ് ചെയ്ത് കഴിഞ്ഞു. എല്ലാം നല്ല വെൽ ചോപ്ഡ് ആണ്, പല ഫൈൻ ചോപ്പ് ചെറിയ പീസസ് ആണ്. പെട്ടെന്ന് നമുക്ക് ഇതായി കിട്ടുകയും ചെയ്യും, സോർട്ട് ചെയ്യാനും എളുപ്പം. അടുത്തത് ടൊമാറ്റോ. ടൊമാറ്റോയിനകത്ത് കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, കുറച്ചും കൂടെ കളർഫുൾ അത്രയാണ്. ഇത് മാത്രമല്ല ചിലർക്ക് ഭയങ്കര ടൊമാറ്റോയുടെ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക്, ടാങ്കി ആയിട്ട് വേണമെന്നുള്ളവർക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും. ഇത് ടൊമാറ്റോ അല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാരറ്റ് വേണമെങ്കിൽ ചേർക്കാം. ക്യാരറ്റ് വേണമെങ്കിൽ ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് നമ്മൾ ഇത്രയും വഴറ്റുന്നത് കൊണ്ടാണ്, വഴറ്റിയെടുക്കാനുള്ള ഒരു താമസം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്യാരറ്റ് ഒഴിവാക്കാം. ഇല്ലെങ്കിലും ക്യാരറ്റ് ഇതുപോലെ നമ്മൾ ചോപ്പ് ചെയ്ത് ഇട്ടാൽ മതി. വളരെ ചെറുതായിട്ടായിരുന്നു ഇട്ടിട്ട് പിന്നെ മിക്സിയിൽ അടിക്കേണ്ടത് കൊണ്ട് വലിയ പ്രശ്നം വരുന്നത്. പക്ഷെ അത് കുറച്ചുകൂടി വഴറ്റിയിട്ട് വേണം. ഇനി ഗ്രീൻ ചില്ലി. ഒത്തിരി സ്പൈസി ആയിട്ട് വേണമെന്നുള്ളവർക്ക് ഗ്രീൻ ചില്ലിയുടെ അളവ് അനുസരിച്ച് കൂട്ടാം. നമ്മൾ മറ്റു റെസ്റ്റോറൻറ്റുകളിൽ പോയി ഇതൊക്കെ കഴിക്കുമായിരിക്കും. മിക്കവാറും എല്ലാവരും പോയി ഒന്ന് ടേസ്റ്റ് ചെയ്യാനെങ്കിലും വേണ്ടി ചിക്കൻ ടിക്ക മസാലയൊക്കെ ഓർഡർ ചെയ്യാറുണ്ട്. അത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല. ഇതും അതുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പലരും ഈ കളറിന് വേണ്ടിയിട്ട്, ഈ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഫുഡ് കളറാണ് ആഡ് ചെയ്യുന്നത്. ഈ കളറ് ശരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ കുറച്ച് പ്രാവശ്യം ചെന്ന് കഴിഞ്ഞാൽ അതൊക്കെ കുഴപ്പമായി മാറുന്നു. എങ്കിൽ പോലും നമ്മൾ കഴിക്കാനുള്ള ആഗ്രഹത്താൽ ഇതൊക്കെ പോയി കഴിക്കും. പക്ഷേ ഈ സെയിം കളർ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ശരീര ആരോഗ്യത്തിനൊരു കുഴപ്പം വരാതെയും ടേസ്റ്റിനൊരു കുറവും വരുത്താതെയും നമ്മൾ ഈ കളർ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാച്ചുറലായിട്ട് കിട്ടും ഈ കളർ എന്ന് നമ്മൾ കാണിക്കുകയാണ് ഒരു അർത്ഥത്തിൽ. നല്ല കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസ്, നല്ല ടൊമാറ്റോ അല്പം കൂടുതലിട്ട് നമുക്ക് കൊടുക്കാവുന്നത്. ക്യാരറ്റും കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ കളർ നമുക്ക് കിട്ടും. ഇനി ചില്ലി പൗഡർ ഒരു ചെറിയ സ്പൂൺ ചില്ലി പൗഡർ. സോ കാരണം നമ്മൾ ഓൾറെഡി ഗ്രീൻ ചില്ലി ഇട്ട് കഴിഞ്ഞു, ഇത്രയും കൂടെ ചില്ലി പൗഡർ കൂടിപ്പോയാൽ നല്ല സ്പൈസി ആയിട്ട്. ഇതിന് നമ്മൾ ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ നോർമലി വെള്ളം തന്നെ ആഡ് ചെയ്യണോ, ഇല്ല നമ്മൾ കോക്കനട്ട് മിൽക്ക് എന്തെങ്കിലും ചേർക്കേണ്ടോ? വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ചിലപ്പോഴൊക്കെ വേണമെങ്കിൽ നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്യാം. നമ്മൾ ബോയിൽ ചെയ്ത് ഫ്ലേവറും ഒക്കെ കേട്ടിട്ട് അങ്ങനെ ചെയ്യാം. ഇത് നന്നായിട്ട് മൂത്ത്, അതെ, മുളക് പൊടിയുടെയൊക്കെ മൂത്ത മണം വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ചെയ്യേണ്ടത് അല്പം മല്ലിപ്പൊടി,
മുഴുവൻ ചിക്കൻ മസാല ഇതെല്ലാം കുറച്ച് ചെയ്തിട്ട് കാരണം നമ്മൾ വളരെ ചെറിയൊരു അളവാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ചെറുത അളവിൽ തന്നെ കൊടുത്താൽ. സോ ആ ഒരു ചിക്കൻ മസാല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഒരു ചിക്കൻ കറികളും നമ്മൾ ഇത്തിരി ഒരു ചിക്കൻ മസാലയുടെ ആ ഒരു ഇത് എപ്പോഴും ആഡ് ചെയ്യും അല്ലേ? സോ അല്ലാതെ നേരത്തെ പറഞ്ഞിരുന്നത് ഹെൽത്ത് ആസ്പെക്റ്റിൽ വേറെയും ഫുഡ്സ് ഉണ്ട്. സോ ഇതിൽ നമ്മൾ സ്റ്റാർട്ടേഴ്സ് സൂപ്സ് എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണോ? ആണ്, എല്ലാം ആണ്. സൂപ്പ് പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞിരുന്നു നമ്മുടെ ചിക്കൻ ഡ്രംസ്റ്റിക് ലീഫ് സൂപ്പ്, അതായത് ക്രീം ഓഫ് ചിക്കൻ സൂപ്പ് എന്ന് പറഞ്ഞിട്ട് സാധാരണ നമ്മൾ ചെല്ലുന്ന എവിടെ ചെന്ന് വാങ്ങിയാലും നമുക്ക് കിട്ടുന്നത് ക്രീം ചേർത്തിട്ടാണ് അവർ തരുന്നത്. അവർ ക്രീം, പക്ഷെ അതല്ല ശരിക്കും അതിൻ്റെ മെയിൻ ചെയ്യുന്നത് പോലും ഈ വെജിറ്റബിൾസ് എല്ലാം ബോയിൽ ചെയ്ത് മിക്സിയിൽ അടിക്കുമ്പോൾ ഒരു ക്രീമിൻ്റെ പരുവത്തിൽ കിട്ടും. അതാണ് വെജിറ്റബിൾസിന്റെ ആ ഒരു ക്രീമിനെസ് അല്ലേ? അതെ, അതാണ് ഉദ്ദേശിക്കുന്നത്, അതാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനകത്തൊരു അല്പം ഒരു 1 or 2 drops ക്രീം ആഡ് ചെയ്യും. ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുളകിൻ്റെയും മല്ലിപ്പൊടിയുടെയൊക്കെ മണവും മാറി കിട്ടി. നമുക്ക് ഇത് പകുതി എടുത്തിട്ട് മിക്സിയിലടിച്ച് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് മിക്സിയിലടിച്ച് ഗ്രേവി ആക്കാം. ബാക്കി നമ്മൾ അതായത് കുറച്ച് ഭാഗം മാറ്റി വെക്കണം. മാറ്റി വെച്ചിട്ടാണ് ഇത് ചിക്കൻ ടിക്ക മസാല ആക്കുമ്പോൾ നമ്മൾ അതിനകത്തിട്ട് ഇത് ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. നമുക്ക് ഇതിലോട്ട് അതെ കുറച്ച് എടുത്ത് വെക്കാം. സോ അതായത് ഹാഫ് നമ്മൾ കംപ്ലീറ്റ്ലി മൂവ് ചെയ്യാണ്, ബാക്കി ഹാഫ് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കും. മിക്സിയിൽ അടിച്ചെടുത്തിട്ട് നമുക്ക് ആ ഗ്രേവി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്രേവി എന്ന് പറയുന്നത് സെയിം സ്റ്റെപ്പ് തന്നെയാണ്, പക്ഷെ ഒന്ന് നല്ല മിക്സറായിട്ട് ഇനി ഒന്ന് ജസ്റ്റ് തിക്കായിട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇത് മിക്സിയിൽ അടിക്കാനായിട്ട് മാറ്റും. സോ നമ്മൾ സോർട്ട് ചെയ്ത് ഓൾറെഡി വെച്ചു. സോ ഹാഫ് നമ്മൾ മിക്സിയിൽ അടിച്ചിട്ടുണ്ട്, ബാക്കി കുറച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. സോ അതിനെയാണ് നമ്മൾ ഇനി കുക്ക് ചെയ്യാം. അതെ, വീണ്ടും നമ്മൾ 1 സ്പൂൺ ഓയിൽ ഒഴിക്കാം. സോ ഓയിൽ നമ്മൾ വളരെ ലെസ്സായിട്ട് തന്നെ ഉപയോഗിക്കണം. അതെ, ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുള്ള ആ ഗ്രേവി ആണ് ചേർക്കേണ്ടത്. സോ മിക്സിയിൽ അടിച്ച് വെച്ച ഗ്രേവി എന്ന് പറയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മിക്സറാണ് അല്ലേ? ഈ ഗ്രേവി ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പം ഇതിലേക്ക് നമ്മൾ ഒരു ഹാഫ് പോർഷൻ മാറ്റിയായിരുന്നല്ലോ വഴറ്റിയ സമയത്ത് എടുത്ത് വെച്ചിരുന്നത്, അത് ചേർക്കണം. സോ അതിന് 2 ഡിഫറെന്റ് പാർട്സ് അല്ലേ? സോ ഇവിടെ തന്നെ നാടനായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കുക്ക് ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടെ നാടനായിട്ടുള്ളതാണ് കൂടുതലും കൊടുക്കുന്നത്. തനി നാടൻ വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ട് കൊടുക്കുന്നത് ഇവിടെ തന്നെയാണ്. നമ്മുടെ കേരള ചിക്കൻ ഫ്രൈയും അത് പക്ഷേ ഡീപ് ഫ്രൈ ഐറ്റമാണ്. ഓക്കെ, ഒരല്പം ഓയിൽ ഒബ്വിയസ്ലി വേണം, ഇല്ലെങ്കിൽ അത് നാടൻ നമുക്ക് പറയാൻ പറ്റില്ല. വളരെ അത് ശരിക്കും ഒരു നോർമൽ ഫുഡ് ഐറ്റത്തിൽ നമ്മൾ വെച്ചിരിക്കുന്നത് കൊണ്ട് അത് നോർമൽ ഡീപ് ഫ്രൈയിൽ നമുക്ക് കൊടുക്കാം. മറ്റേ ഇതങ്ങനെയല്ലല്ലോ, ഇതെല്ലാം മറ്റു ചില ഫുഡുകളുണ്ട് ഒട്ടും ഓയിൽ ചേർക്കാതെ തന്നെ ഞങ്ങൾ കൊടുക്കും. ഓക്കെ, സോ അത് ഹെൽത്ത് മെനുവിനകത്ത് വരുന്നതാണ്. സോ ടോട്ടലി ഡയറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് ഓയിൽ കുറയ്ക്കണം എന്നുള്ളവർക്ക് അങ്ങനെയുള്ള ഫുഡും യൂസ് ചെയ്യാം. സോൾട്ട് ഒരു പോർഷൻ മാത്രമല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ, വളരെ ചെറിയൊരു അളവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ പിഞ്ച് കണക്കാണ് കുറച്ചും കൂടെ. എനിക്കങ്ങനെയാണ് സ്പൂണിന്റെ കണക്കത്ത്. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന എല്ലാവർക്കും അത് തന്നെയായിരിക്കും കൺവീനിയൻറ്റ് അല്ലേ? ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ടിക്ക തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. തന്തൂർ ഓവനിൽ നിന്ന് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ടിക്ക ഒരു ചെറിയ പീസാണെങ്കിൽ 4, വലിയ പീസാണെങ്കിൽ 3 ഇട്ട് ഒരു 3-4 പീസസ്. അതെ, ഒരല്പനേരം കിടന്നൊന്ന് ചൂടായി. ഇനി ഇങ്ങനെ ഇല്ല എങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചിക്കൻ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. തന്തൂർ ഓവൻ ഇല്ലാത്ത കേസിലാണെങ്കിൽ ഇതേ ഗ്രേവിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചിക്കൻ ചെറിയ പീസുകളാക്കുക. അതിലേക്ക് അല്പം ഇത് കടുകെണ്ണയാണ് സാധാരണ ഇവർ ഉപയോഗിക്കുന്നത്. കടുകെണ്ണയാണ് ഇതിനകത്ത് ഉള്ള നമ്മുടെ മസാലയുടെ ഒപ്പം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കടുകെണ്ണ, ഒരു
ലേശം ഈ കസൂർ മെത്തി ചേർക്കാം. നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം കിട്ടും കസൂർ മെത്തി. ഈ കസൂർ മെത്തിയും കൂടെ ഒക്കെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് നേരം വെക്കണം. അതിനുശേഷം വെജിറ്റബിൾ ഓയിലിലോ കടുകെണ്ണയിലോ ആണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കാരണം നമ്മൾ തന്തൂർ ചെയ്യുമ്പം കടുകെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതേ ടേസ്റ്റ് തന്നെ വേണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ല എങ്കിൽ നമ്മുടെ ടേസ്റ്റാണ് വേണ്ടതെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ. അപ്പം നമ്മുടെ ചിക്കൻ ടിക്ക മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഗാർണിഷ് ചെയ്യുകയും ചെയ്യാം. സോ നമ്മുടെ ചിക്കൻ ടിക്ക ടോട്ടലി ഡൺ. സോ ഒത്തിരി വർക്ക് ഉണ്ടെന്ന് നമുക്ക് തോന്നും, പക്ഷെ എന്നാലും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉണ്ടായിരുന്നുള്ളൂ. സോ നമ്മൾ ചെയ്തെടുക്കുന്ന ആ ഒരു മെത്തേഡായിരിക്കും ഒത്തിരി ഒരു കോംപ്ലിക്കേറ്റഡ് പോലെ തോന്നുന്നത്. പക്ഷേ സ്റ്റിൽ വളരെ എന്താ പറയുക ടേസ്റ്റി ആയിട്ടുള്ള കറി നമുക്കൊരു ഡിഫറെൻറ്റ് മെത്തേഡിൽ ചെയ്തെടുക്കാം അല്ലേ? ഇത്രയൊന്നും ബുദ്ധിമുട്ടാൻ താല്പര്യമില്ലാത്തവർക്ക് നേരെ വിഷ്ബോണിലേക്ക് വരിക. അതാണ് ഏറ്റവും ഷോർട്ട് കട്ട്. അതെ. സോ നമ്മുടെ ചിക്കൻ ടിക്ക റെഡി ആയിട്ടുണ്ട്. സോ നമ്മുടെ ചിക്കൻ ടിക്ക റെഡി ആയിട്ടുണ്ട്. സോ ആൻറ്റിയുടെ എന്താ പറയുക സ്പെഷ്യൽ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ഐറ്റമാണ് അല്ലേ? അതെ. സോ ഡെഫിനറ്റ്ലി സോ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഓൾ ആർ ലൈക്ക് റിയലി ഹ്യൂജ് പീസസ്. സോ അതിലൊരു ചെറിയ പീസ് ഞാൻ എടുത്ത് ടേസ്റ്റ് ചെയ്യാം. സോ നോർമലി ഇത് ചപ്പാത്തി നാൻ എല്ലാത്തിൻ്റെയും നല്ല മാച്ച്. നല്ല മാച്ച്. ആൻറ്റി പറഞ്ഞ പോലെ ഒരു ക്രീമി ടേസ്റ്റാണ് ആദ്യം നമുക്ക് കിട്ടും ഫീൽ ചെയ്യുന്നത്. അതെ. സോ ഈവൻ ഒരു അധികം സ്പൈസി ആയിട്ട് വേണ്ട എന്നുള്ളവർക്കും കഴിക്കാൻ പറ്റും. എന്താ പറയുക അധികം ഒരു സ്പൈസി ആയിട്ടുള്ള ടേസ്റ്റിലല്ല ചെയ്തേക്കുന്നത്. ഇതിനെ സ്പൈസി ആക്കാൻ പറ്റുമോ ആൻറ്റി? ഒത്തിരി തീർച്ചയായിട്ടും പറ്റുമല്ലോ. സ്പൈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കളറും കുറച്ച് കൂടുതൽ കിട്ടും. നമുക്ക് ഗ്രീൻ ചില്ലി ചേർക്കാം, ചില്ലി പൗഡറും ചേർക്കാം. ഓക്കെ. അങ്ങനെ വേണമെന്ന് പറയുന്നവർക്ക് തീർച്ചയായും നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ ഇത് എന്ന് പറയുമ്പോൾ ഒരുവിധം ആവറേജ് സ്പൈസി ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ്. സോ ഐ എം ഷുവർ എല്ലാവരും വീട്ടിലും ട്രൈ ചെയ്യണം. അറ്റ് ദ സെയിം ടൈം വീട്ടിൽ ട്രൈ ചെയ്യാൻ അധികം ടൈം ഇല്ല എന്നുള്ളവർക്ക് യു വെൽക്കം വിഷ്ബോളിൽ തന്നെ വന്ന് ട്രൈ ചെയ്യുകയും ചെയ്യാം. സോ താങ്ക്സ്. ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടി ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന്. നാളെ ഇനിയും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമായിട്ട് കാണുന്നവർക്ക് എല്ലാവരും ടേക്ക് കെയർ, ഹാവ് ഫൺ. ദിസ് ഇസ് ഷാരോൺ സൈനിങ് ഓഫ്.